പോകുന്നത് തിരുവനന്തപുരത്തേക്കാണ്. എം ജി പ്രതീഷ് തിരുവനന്തപുരത്ത് നിന്ന് രാവിലെ മുതൽ തന്നെ സുരേഷ് ഗോപിയുടെ വസതി കേന്ദ്രീകരിച്ച് എം ജി പ്രതീഷ് റിപ്പോർട്ട് നൽകുന്നുണ്ടായിരുന്നു. പ്രതീഷ്, ഇപ്പോൾ സുരേഷ് ഗോപിയുടെ കാര്യത്തിലൊക്കെ ആദ്യം ഒരു അവ്യക്തതയുണ്ടായിരുന്നു. നമുക്കറിയാം അദ്ദേഹം മന്ത്രിസഭയിലേക്ക് എത്തുമോ, അദ്ദേഹത്തിന് സിനിമയിൽ ചില കമ്മിറ്റ്മെൻറ്റുകളുണ്ട്, 4 സിനിമകൾ പൂർത്തിയാക്കാനുണ്ട് എന്നൊക്കെയുള്ള കാര്യം അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം മന്ത്രിസഭയിലേക്ക് എത്തുമോ പോകുമോ എന്നൊക്കെയുള്ള കാര്യത്തിൽ അവ്യക്തത. പക്ഷേ വളരെ പെട്ടെന്നാണ് അദ്ദേഹം പോകുമെന്ന് 24-നെ തന്നെയാണ് ആദ്യം പറയുന്നത്. പിന്നീട് അദ്ദേഹം വിമാനത്തിൽ യാത്ര തിരിക്കുന്നു. ഇത്തരം കാര്യങ്ങളെല്ലാം. അപ്പോൾ ആ അവ്യക്തതയെല്ലാം വളരെ പെട്ടെന്ന് നീങ്ങിയത് എങ്ങനെയാണ്? നരേന്ദ്രമോദി വീണ്ടും അദ്ദേഹവുമായി സംസാരിച്ചതേ തുടർന്നാണോ ആ അവ്യക്തത നീങ്ങിയത്? അനുജ, തീർച്ചയായും. കാരണം രാവിലെ മുതൽ തന്നെ കേന്ദ്ര മന്ത്രിസ്ഥാനത്തേക്ക് സുരേഷ് ഗോപി ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ വലിയ അനിശ്ചിതത്വം ഉണ്ടായിരുന്നു. കാരണം ഇന്ന് രാവിലെ 6 മണിയോടുകൂടി സുരേഷ് ഗോപി വിമാനത്താവളത്തിൽ ഡൽഹിയിലേക്ക് തിരിക്കുമെന്നതായിരുന്നു ലഭിച്ചിരുന്ന അറിയിപ്പ്. പക്ഷേ ആ സമയത്ത് സുരേഷ് ഗോപി വിമാനത്താവളത്തിൽ എത്തിയില്ല. പിന്നീടാണ് ഡൽഹിയിലേക്ക് ഇല്ല എന്നുള്ള ഒരു വാർത്ത എത്തിയത്. ഇതിന് പിന്നാലെ തന്നെ ഈ സുരേഷ് ഗോപിയുടെ ശാസ്തമംഗലത്തെ വീട്ടിൽ മാധ്യമപ്രവർത്തകർ എത്തിയിരുന്നു. പക്ഷേ അവിടെ എത്തുമ്പോഴും കൃത്യമായൊരു മറുപടി സുരേഷ് ഗോപിയുടെ ഭാഗത്ത് നിന്നോ പാർട്ടി പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ഒന്നും ഉണ്ടായിരുന്നില്ല. വീട് പോലും അടച്ചിട്ട അവസ്ഥയിലായിരുന്നു. സുരേഷ് ഗോപി ഡൽഹിയിലേക്ക് പോകില്ല എന്ന് തന്നെയാണ് ഏറെക്കുറെ പ്രചരിച്ച കാര്യം. പക്ഷേ വളരെ പെട്ടെന്നാണ് കാര്യങ്ങളെല്ലാം തന്നെ മാറിമറിഞ്ഞത്. നിയുക്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദി സുരേഷ് ഗോപിയെ നേരിട്ട് വിളിക്കുകയും ഡൽഹിയിലേക്ക് എത്താൻ നിർദ്ദേശം നൽകുകയായിരുന്നു. പിന്നീടാണ് വളരെ പെട്ടെന്ന് തന്നെ സുരേഷ് ഗോപി തിരുവനന്തപുരത്ത് നിന്ന് ഡൽഹിയിലേക്ക് യാത്ര തിരിച്ചത്. ഇതിൽ പ്രധാനപ്പെട്ടത് സുരേഷ് ഗോപി ചില ആശങ്കകൾ നേരത്തെ തന്നെ ദേശീയ നേതൃത്വത്തെ അറിയിച്ചിരുന്നു. അത് നേരത്തെ ഏറ്റെടുത്ത സിനിമകൾ ചിത്രീകരിക്കാനുണ്ട്, അത് പൂർത്തീകരിക്കാനുണ്ട്. കേന്ദ്ര മന്ത്രിപദം ഏറ്റെടുത്താൽ ഈ സിനിമകൾ പൂർത്തീകരിക്കുന്നതിൽ തടസ്സമുണ്ടാകും. അതുകൊണ്ട് തന്നെ താൻ കേന്ദ്ര മന്ത്രിപദത്തിലേക്ക് ഇല്ല എന്നുള്ള ഒരു നിലപാടാണ് ഈ ദേശീയ നേതൃത്വത്തോട് സുരേഷ് ഗോപി അറിയിച്ചത്. പക്ഷേ അപ്രതീക്ഷിതമായി, അല്ലെങ്കിൽ അവസാന നിമിഷമാണ് നരേന്ദ്രമോദി സുരേഷ് ഗോപിയെ ഫോണിൽ വിളിക്കുകയും എത്രയും വേഗം ഡൽഹിയിലേക്ക് എത്താൻ നിർദ്ദേശിക്കുകയും ചെയ്തത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് സുരേഷ് ഗോപിയും അമ്മയും ഭാര്യയും തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് ഡൽഹിയിലേക്ക് തിരിച്ചത്. മോദി എത്രയും വേഗം എത്താൻ പറഞ്ഞു, താൻ പോകുന്നു എന്നുള്ളൊരു പ്രതികരണം മാത്രമാണ് വീട്ടിലും പിന്നീട് എയർപോർട്ടിലും സുരേഷ് ഗോപി നടത്തിയത്. മറ്റു കാര്യങ്ങളെല്ലാം തന്നെ തീരുമാനിക്കുന്നത് താനല്ല എന്നും ബാക്കിയെല്ലാം അവിടെ ചെന്നിട്ട് മാത്രമേ അറിയാൻ കഴിയൂ എന്നുമാണ് സുരേഷ് ഗോപി പ്രതികരിച്ചിരിക്കുന്നത്. എന്തായാലും നേരത്തെ തന്നെ സുരേഷ് ഗോപിയുടെ കേന്ദ്ര മന്ത്രിപദം ഏകദേശം ഉറപ്പായതാണ്. പക്ഷേ അവസാന നിമിഷമാണ് ചില ട്വിസ്റ്റുകൾ അല്ലെങ്കിൽ ചില സസ്പെൻസുകൾ ഈ കേന്ദ്ര സ്ഥാനവുമായി ബന്ധപ്പെട്ട ഉണ്ടായത്. സുരേഷ് ഗോപി ഒരു ഘട്ടത്തിൽ ഡൽഹിയിലേക്ക് ഇല്ല എന്ന ആ ഒരു ഘട്ടം വരെ എത്തിയ സമയത്താണ് സുരേഷ് ഗോപി വളരെ പെട്ടെന്ന് തന്നെ തിരുവനന്തപുരത്ത് നിന്ന് ഡൽഹിയിലേക്ക് തിരിച്ചതും പിന്നീട് ഇപ്പോൾ കേന്ദ്ര മന്ത്രിപദത്തിലേക്ക് എത്താൻ പോകുന്നതും. ഈ വകുപ്പുകൾ സംബന്ധിച്ച് മാത്രമാണ് ഇനിയൊരു തീരുമാനം ഉണ്ടാകാനുള്ളത്. ഒപ്പം ക്യാബിനറ്റ് പദവി ലഭിക്കുമോ എന്നുള്ള ഒരു ആകാംക്ഷ മാത്രമാണ് ബാക്കിയുള്ളത്. എന്തായാലും വലിയ തരത്തിലൊരു ആഹ്ലാദം ഇതിനോടകം തന്നെ BJP പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് പല ഇടങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. ഈ കേരളത്തിൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മിക്ക മണ്ഡലങ്ങളിലും വലിയ മുന്നേറ്റം കാഴ്ചവെക്കാൻ BJP കഴിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല തൃശ്ശൂരിൽ പ്രതീക്ഷിച്ചതിനേക്കാൾ വലിയ ഭൂരിപക്ഷം സുരേഷ് ഗോപി വിജയിച്ചു. BJPക്ക് ആദ്യമായി കേരളത്തിൽ അക്കൗണ്ട് തുറക്കാനായി. അതുകൊണ്ട് തന്നെ ആ ഒരു പരിഗണന നേരത്തെ തന്നെ കേരളത്തിന് BJP ദേശീയ നേതൃത്വം കരുതി വെച്ചതാണ്. പക്ഷേ സുരേഷ് ഗോപിയുടെ ചില നിലപാടുകൾ അല്ലെങ്കിൽ ഇക്കാര്യത്തിലെ ചില ആശങ്കകളാണ് ഈ അനിശ്ചിതത്വങ്ങൾക്കും ആശയക്കുഴപ്പങ്ങൾക്കും എന്തായാലും നിലവിൽ ഇടയാക്കിയിരുന്നത്. പക്ഷേ ഈ ആശങ്കകളെല്ലാം അവസാനിച്ചിരിക്കുന്നു. സുരേഷ് ഗോപി ഡൽഹിയിലെത്തി മാധ്യമപ്രവർത്തകരോടും പ്രതികരിച്ചത് ഈ മറ്റു വകുപ്പുകൾ സംബന്ധിച്ചുള്ള തീരുമാനങ്ങളൊക്കെ തന്നെ താനല്ല എടുക്കുന്നതെന്നാണ്. അതുകൊണ്ട് തന്നെ ഈ നിലവിൽ മറ്റ് അവ്യക്തതകളോ ആശങ്കകളോ ഒന്നും തന്നെ ഇല്ല. നിലവിൽ 2 മന്ത്രിമാർ കേരളത്തിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു ആഹ്ലാദവും എല്ലാം തന്നെ BJP പ്രവർത്തകർക്കും ഇപ്പോഴുണ്ട്. അതെ, അല്പസമയത്തിനകം, അതായത് 7:15 ഈ സത്യപ്രതിജ്ഞാ ചടങ്ങ് രാഷ്ട്രപതി ഭവനിൽ നടക്കുക. നരേന്ദ്രമോദിക്കൊപ്പം കേരളത്തിൽ നിന്ന് 2 പേർ മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്യും. അത് സുരേഷ് ഗോപിയും ഒപ്പം ജോർജ് കുര്യനുമാണ്. നമ്മൾ തിരികെ എത്തും വേഗം ഇടവേള എടുത്തതിനു ശേഷം.